നമ്മൾ എന്തിനാണ് ഈ മാർക്കറ്റ് പ്രൊഫൈലിന്റെ നമ്മൾ യൂസ് ചെയ്യണമെന്ന് മനസ്സിലായോ? ഗൗതം, എല്ലാവർക്കും മനസ്സിലായിരുന്നു നമ്മൾ എന്തിനാണ് മാർക്കറ്റ് പ്രൊഫൈൽ ഉപയോഗിക്കുന്നതിന്റെ ഒരു ഗുണം? ഇയർലി ആയിട്ടുള്ള മൂവ്മെന്റ്സ്, അതായത് നമുക്ക് ട്രേഡിംഗിൽ ട്രേഡേഴ്സിന്റെ ലൈഫ് 4 തരത്തിലുണ്ട്. ഇനിഷ്യേറ്റേഴ്സ്, അവരാണ് മൂവ് കൊണ്ടുവരുന്നത്. അടുത്തത് ഏർലി മെജോറിറ്റി, മൂന്നാമത് വരുന്നതാണ് ന്യൂ കമേഴ്സ്, നാലാമത് വരുന്നത് ലെഗേർഡ്സ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സോ നമുക്ക് ഇനിഷ്യേറ്റേഴ്സ് ആവാൻ പറ്റൂല. ഇനിഷ്യേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ബിഗർ ഫണ്ട് ഹൗസസ് ഒക്കെ ആയിരിക്കും മൂവ്സിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മളെല്ലാവരും വിചാരിച്ചാൽ കൂടെ ഒരു പ്രൈസ് മൂവ് ചെയ്യാൻ പറ്റുമോ? മൂവ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ അത്രയും ക്വാണ്ടിറ്റി നമ്മൾ ഇൻപുട്ട് ചെയ്യണം. സോ നമുക്ക് ഇനീഷ്യേറ്റർ ആകാൻ പറ്റില്ല. മാർക്കറ്റ് പ്രൊഫൈൽ നമ്മൾ അഡ്വാൻസ് തരുന്ന ഏക കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എയർലൈ മെജോറിറ്റി എന്ന് പറഞ്ഞൊരു പാർട്ടിലേക്ക് നമുക്ക് കടക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിഞ്ഞ മന്ത് HDFC ബാങ്ക് എടുത്തു, കഴിഞ്ഞ മന്തിൽ നമ്മൾ SBI എടുത്തു, ലോധ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 1300 ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ലോധ ഞാൻ ഇവിടെ സെല്ലിങ്ങേ നോക്കുന്നുള്ളത് പറഞ്ഞു. ലോധ അവിടെ നിന്ന് അടിച്ചുണ്ടോ? 1810 വരെ വന്നു അല്ലേ? 90 പോയിന്റ് അടിച്ചു. അപ്പം നമ്മൾ ലോധ ഐഡന്റിഫൈ ചെയ്തത് 925 930യുടെ ഭാഗത്താണ്. SBI എത്ര ഐഡന്റിഫൈ ചെയ്ത്? 930യുടെ ഭാഗത്ത്. HDFC 735 740യുടെ ഭാഗത്ത് ഐഡന്റിഫൈ ചെയ്ത് കയറിപ്പോയി. ICICI ബാങ്ക് ആണെങ്കിലോ 1300ന്റെ ഭാഗത്തേക്കാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്. ആണോ? സോ നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടു ബി ഇൻ ദ എയർലൈൻ മെജോറിറ്റി. ഈ ന്യൂ കമേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരാണ്. അതിൽ 2 തരത്തിലുണ്ട്. അവർക്ക് 50%ഉം നമ്മൾ വേണമെങ്കിൽ അവർക്ക് ചെറിയ പ്രോഫിറ്റിൽ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഈ ന്യൂ കമേഴ്സിൽ വരുന്ന ലാസ്റ്റ് പാർട്ടും നമ്മുടെ ഏതിലാണ്? ഈ ലഗാർഡ്സ് വരുന്ന ആൾക്കാരുമാണ് ഈ TV ന്യൂസും ബാക്കിയുള്ള അടുത്ത് വാട്സ്ആപ്പ് ഫോർവേഡും മറ്റെല്ലാം അങ്ങനെ ട്രേഡ് ചെയ്യുന്നത്. അതിൽ മെജോറിറ്റി അവരാണ് ഈ 91% എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ പെടുന്നവർ. ഞാൻ പറഞ്ഞ ക്ലിയർ ആണല്ലോ? സോ നമ്മൾ ട്രേഡ് ഫെയിൽ ആക്കുക, ലീവ് ഇറ്റ്. നമ്മള് മാർക്കറ്റ് പ്രൊഫൈൽ പഠിക്കുന്നതിന് നമ്മൾ ഏക ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടു ബി ഇൻ ദ എയർലി മെജോറിറ്റി. മനസ്സിലായോ? ഒരു മൂവ് തുടങ്ങുന്നതിന് മുമ്പേ അതിലേക്ക് എൻ്റർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ കൊണ്ട് പ്രയോജനം കിട്ടുള്ളൂ. അല്ല മൂവ് തുടങ്ങി അതിന്റെ ഒരു 50% മൂവ് അല്ലെങ്കിൽ 20% മൂവ്മെന്റ് നടന്നതിന് ശേഷം പിന്നെ ഒരു 10% വേണ്ടി നമ്മൾ എൻ്റർ ചെയ്യുന്നത് ദാറ്റ് ഇസ് ഡിസാസ്റ്റർ ആണ്. പറഞ്ഞ ക്ലിയർ ആവുന്നോ? ഞാൻ പറയണത് ക്ലിയർ ആയോ? മനസ്സിലായി. സോ അത് മനസ്സിലൊന്ന് ഓർത്ത് വെച്ചേക്കാം. നമ്മള് മാർക്കറ്റ് പ്രൊഫൈൽ പഠിക്കുന്നതിന്റെ ഏക ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടു ബി ഇൻ ദ എയർലി മെജോറിറ്റി. അത് അപ്പോഴും മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. നമ്മൾ ട്രേഡ് റോങ് ആയിക്കോട്ടെ, ട്രേഡ് എക്സിറ്റ് ലോസ് ആയിക്കോട്ടെ, ദാറ്റ് ഇസ് നോട്ട് എ പാർട്ട്. നമ്മുടെ ഉദ്ദേശം എന്താണ്? എടുക്കണ സമയത്ത് വേറെ ആരും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ആവാൻ പാടില്ല. അറിയാലോ? ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ട്രേഡബിൾ ഓപ്പർച്യൂണിറ്റി. ന്യൂസ് ക്രിയേറ്റ് ചെയ്താൽ ആ ന്യൂസിന് ഒരു വാലിഡിറ്റി ഉണ്ട്. അതാണ് നമ്മൾ സ്പൈക്കിന്റെ റൂൾ ട്രേഡ് സെറ്റപ്പ് ഉപയോഗിക്കണം. അറിയാലോ എന്താണ് സ്പൈക്ക് എന്ന് പറയുന്നത്? നമുക്കറിയാം. ഇപ്പൊ സ്പൈക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൈക്ക് ട്രേഡ് സെറ്റപ്പ് എന്തിനാണ്? ന്യൂസ് തന്നിട്ടുള്ള ആള് അത് പോസിറ്റീവായ രീതിയിൽ കൺട്രോൾ ചെയ്യുമോ മാർക്കറ്റിനെ, അതോ ജസ്റ്റ് എ ഫേക്ക് ന്യൂസ് ആണോ എന്നറിയാം. അത് നമ്മൾ സ്പൈക്കിന്റെ റൂൾ നമ്മൾ പിറ്റേ ദിവസം ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതേപോലെയാണ് ഇവിടെ. എയർലി മെജോറിറ്റിയിലേക്ക് വന്നാൽ നമുക്ക് എന്ത് കിട്ടണം? അറ്റ്ലീസ്റ്റ് നമുക്ക് എന്തൊരു ബെനിഫിറ്റ് വരണം മാർക്കറ്റിൽ. ആ ബെനിഫിറ്റ് നമ്മൾ എടുക്കുക, നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പോവുക, റൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർ റൈഡ് ചെയ്യാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ആരും സംസാരിക്കാത്ത സമയത്ത് മാർക്കറ്റിൽ എൻ്റർ ചെയ്യുക, അതിൽ പ്രോഫിറ്റ് എടുക്കുക, നമ്മളങ്ങ് മാറുക. ഈ ടോക്ക് ഓഫ് ദ ടൗൺ വരുന്നതിന് മുമ്പേ നമ്മൾ എക്സിറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദ ബേസ് ഓഫ് ദ മാർക്കറ്റ് പ്രൊഫൈൽ. ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ.